ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഫിസിക്സിലെ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ആറ്റംസ് എന്നാണ്. ആറ്റംസ് നമ്മുടെ എൻ സി എൽ ടെക്സ്റ്റിലെ ഒരു ചെറിയ ചാപ്റ്ററാണ്. മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. 2 ചാപ്റ്റർ ഉണ്ട് ആക്ച്വലി, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. 2 ചാപ്റ്ററാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് എടുക്കുക. അപ്പം നമുക്ക് ആദ്യം ആറ്റംസ് ആറ്റംസിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതൊക്കെ നോക്കാം. ഓക്കെ, അപ്പം ആറ്റംസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുൻപേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന എലമെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റേ സംയുക്തങ്ങൾ എന്നാ പറയാം അല്ലേ? സംയുക്തങ്ങളെ കുറിച്ച്, മൂലകങ്ങളെ കുറിച്ച്, എലമെന്റുകളെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ പിന്നെയും നോക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് ഏതാണ്, ഇത് ആരൊക്കെ കമ്പോസ് ചെയ്തിട്ടാണ് ഈ വസ്തു ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് എങ്ങനെ പൊടിച്ചൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതുവരെ കണ്ടുപിടിച്ചു. അതിനപ്പുറത്തേക്ക് എന്ത് എന്നുള്ള ഒരു ചർച്ച വരുമ്പോൾ ആദ്യമായിട്ട് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറയാണ്. ജോൺ ഡാൾട്ടൺ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പേര്. ഡാൾട്ടൺ പറയുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ആറ്റം ആണ് എന്ന് ഡാൾട്ടൺ പറയുന്നു. ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്താണ്? ആറ്റം ആണ്. എല്ലാ വസ്തുക്കളും, എല്ലാ മൂലകങ്ങളും, എവ്രി എലമെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. ഈ ആറ്റം എന്നുള്ള വാക്ക് എവിടുന്ന വന്നത് നമുക്കറിയാം. ഒരു ഗ്രീക്ക് വേർഡ് കണ്ടാണ്, അറ്റോമോസ് എന്ന് പറയുന്ന, ഇൻഡിവിസിബിൾ എന്നർത്ഥമുള്ള, വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥമുള്ള ഒരു വാക്കിൽ നിന്നാണ് ഈ ആറ്റം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അതിന്റെ അർത്ഥം തന്നെ വിഭജിക്കാൻ കഴിയാത്തത്, ഇനി മുറിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും മൗലികമായ, ഏറ്റവും ബേസിക് ആയ ആളെന്ന് പറയുന്നത് ആറ്റമാണ് എന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത്. ഇത് ഇന്ത്യയിൽ മുൻപ് ജീവിച്ചിരുന്ന ചില മഹർഷിമാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. കണാദ മഹർഷി, കണാരനല്ല, കണാദ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി കണങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറെ തത്വ ചിന്താ പദ്ധതികളിൽ ഒന്നായിരുന്ന സാങ്കേശാസ്ത്രത്തിലെങ്ങാണ്ടാണ് ഈ കാര്യം പറയുന്നത്. കണാദ മഹർഷി കണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ആധുനിക നൂറ്റാണ്ടിൽ ജോൺ ഡാൾട്ടൺ ആണ് ഈ കാര്യം പറഞ്ഞത്. അവിടെയും ചർച്ച അവസാനിച്ചില്ല. ജോൺ ഡാൾട്ടൺ ഇങ്ങനെ ഇൻഡിവിസിബിൾ ആയ ആറ്റത്തെ കുറിച്ച് സംസാരിച്ചെങ്കിലും 1800-കളിൽ ജെ തോംസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആറ്റങ്ങൾക്കകത്ത് ഇലക്ട്രോണുകളെ കണ്ടുപിടിക്കുന്നതോടുകൂടി ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആയ ഒരാളല്ല എന്നുള്ള കാര്യം ശാസ്ത്രത്തിന് മനസ്സിലാവുന്നു. ആറ്റം ഇൻഡിവിസിബിൾ അല്ല, അതിനകത്തും ചില ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇലക്ട്രോണിന്റെ ഡിസ്കവറിയോട് കൂടിയാണ് ജെ തോംസൺ ആണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോംസൺ ഒരു ഫിസിസിസ്റ്റ് അല്ല, ഒരു കെമിസ്റ്റ് ആണ്, ഒരു കെമിസ്ട്രി സയന്റിസ്റ്റ് ആണ്. അപ്പം ജെ തോംസൺ തന്നെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ തന്നെ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ രൂപം, വാട്ട് ഈസ് ദ മോഡൽ ഓഫ് ആൻ ആറ്റം എന്ന്, അതിന്റെ മാതൃക എങ്ങനെയാണ് എന്ന് ജെ തോംസൺ ഒരു അസംഷൻ കൂടെ പറയുന്നുണ്ട്. ഒരു അസംഷൻ, അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതൊന്നുമല്ല. ജെ തോംസൺ പുള്ളിക്കാരന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ്. പുള്ളിക്കാരൻ പറയുന്നു ആറ്റം എന്ന് പറയുന്നത്, അതിന്റെ മാതൃക എന്ന് പറയുന്നത് അത് ഒരു തണ്ണിമത്തൻ പോലെയാണ് എന്നാണ് ജെ തോംസൺ പറയുന്നത്. ഒരു തണ്ണിമത്തം പോലെയോ അല്ലെങ്കിൽ ഒരു പ്ലം പുഡിങ് പോലെയോ ആണ് ജെ തോംസൺ ആറ്റത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ജെ തോംസണിന്റെ ആറ്റം മോഡലിനെ നമ്മൾ വിളിക്കാം ജെ തോംസൺസ് പ്ലം പുഡിങ് ഓർ വാട്ടർ മെലൺ മോഡൽ ഓഫ് ആറ്റം എന്നാണ്. ജെ തോംസൺസ് പ്ലം പുഡിങ് ഓർ വാട്ടർ മെലൺ മോഡൽ ഓഫ് ആറ്റം. ഇതിനകത്ത് ജെ തോംസൺ എന്താ പറയുന്നത് വെച്ചാല്, ജെ തോംസൺ പറയുന്നത്, അപ്പം ഇത് എന്തുകൊണ്ട് ഈ മോഡൽ ഉണ്ടാക്കേണ്ടി വന്നെന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പം ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഏതൊരു ആറ്റം എടുത്താലും ഇലക്ട്രിക്കലി ആണ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. സാധാരണ വസ്തുക്കൾക്ക് ഒന്നും എന്തില്ല, ചാർജ് ഇല്ല അല്ലെ? നമ്മളിപ്പോ ഈ കസേര, ഷർട്ട്, അല്ലെങ്കിൽ ഈ ചുമര്, ഈ വൈറ്റ് ബോർഡ്, എന്തെടുത്താലും ഈ മാർക്കർ ഒക്കെ എടുത്താലും ഇലക്ട്രിക്കലി ഇവരൊക്കെ ന്യൂട്രൽ ആണ്. അപ്പൊ ഇലക്ട്രിക്കലി ഒരു ആറ്റം ന്യൂട്രൽ ആണ്. സോ
ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നു, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയുന്നു. സ്വാഭാവികമായും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ആയിട്ട് എന്ത് വേണം? പോസിറ്റീവ് ചാർജ് വേണമല്ലോ അല്ലെ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് വേണം. അപ്പോഴാണ് ഒരു ആറ്റം മാതൃകയെ കുറിച്ച് പറയേണ്ടി വരുന്നത്. അപ്പോഴാണ് എവിടെ നിന്നാണ് ഈ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പം ജെ തോംസൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ, ഞാനതിന് ആ പേര് എഴുതുന്നില്ല, നമുക്ക് ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാം. അത് പ്ലം പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡലാണ് കേട്ടോ, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ജെ തോംസൺസ് ആറ്റം മോഡലിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ആളാണ് എന്നാണ് ആര് പറയുന്നത്? ജെ തോംസൺ പറയുന്നത്. ആറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്താണ്? ഒരു സ്പെറിക്കൽ ഷേപ്പാണ്. സ്പെറിക്കൽ ഷേപ്പ്, ഇത് വട്ടമല്ല, സ്ഫിയർ ആണ് കേട്ടോ. ഈ സ്പെറിക്കൽ ഷേപ്പുള്ള, നിങ്ങൾ തണ്ണിമത്തം പോലെ വത്തക്ക പോലെ വിചാരിച്ചാൽ മതി കേട്ടോ. ഞാൻ വത്തക്ക എന്നൊക്കെ പറയാൻ കാരണം മലബാർ സൈഡിലൊക്കെ വത്തക്ക എന്നാ പറയാ അല്ലെ. അപ്പം ഒരു വത്തക്ക പോലെയാണ് ഇതെന്ന് വിചാരിക്കാം. ഇതിനകത്ത് എങ്ങനെയാണോ സീഡ്സ് നിറച്ച് വെച്ചിട്ടുള്ളത്, എങ്ങനെയാണോ വത്തക്കകത്ത് കുറെ കുരുക്കൾ ഉണ്ടാവില്ല അല്ലെ, എങ്ങനെയാണോ സീഡ് ഉള്ളത് അതുപോലെ ഇലക്ട്രോണുകൾ എംബഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? ജെ തോംസൺ പറയുന്നത്. ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ദി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇൻ ദി ആറ്റം. ഇത് ന്യൂക്ലിയസ് ആണെന്നാണ് ആര് പറയുന്നത്? ജെ തോംസൺ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ന്യൂക്ലിയസ് എന്നുള്ള ടേമിലേക്ക് വരണ്ട, അതിന് മുമ്പ് തന്നെ ആറ്റം എന്ന് പറയാം. ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ദി ആറ്റം like seeds in watermelon or plums in plum pudding. പ്ലം പുഡിങ്ങിനകത്ത് പ്ലം നിറച്ച് വെച്ച പോലെയോ അല്ലെങ്കിൽ വാട്ടർമെലനകത്ത് കുരുക്കൾ നിറച്ച് വെച്ച പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ എങ്ങനെ കുത്തി വെച്ചിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്? ജെ തോംസൺ പറയുന്നത്. മാത്രമല്ല ഈ പുറത്തുള്ള ഈ ഭാഗം, ഈ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതിന് പോസിറ്റീവ് ചാർജ് ആണ്. ഈ ഇലക്ട്രോണുകൾക്കൊക്കെ എന്താണ്? ഇലക്ട്രോണുകൾക്കൊക്കെ നെഗറ്റീവ് ചാർജുമാണ്. അപ്പം ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും തമ്മിൽ എന്താവും? തമ്മിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ആറ്റം എന്താവുന്നത്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത് എന്നാണ് ആര് പറയുന്നത്? ജെ തോംസൺ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ഈ എക്സ്പ്ലനേഷൻ വെറുതെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, പ്രത്യേകിച്ച് സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും അല്ല. ചുമ്മാ അയാൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഈ തിയറി എടുക്കപ്പെട്ടു പോയി. കാരണം ഈ ഒരു ആറ്റം മോഡലിന് പല കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന്, എല്ലാ ആറ്റത്തിൽ നിന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും ഫസ്റ്റുള്ള ആറ്റം പറയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, വിസിബിൾ അല്ലാത്ത പല ലൈറ്റ് റേകളും പല ലൈറ്റ് റേഡിയേഷനുകളും പുറത്തേക്ക് വരുന്നു, പല വേവ് ലെങ്തിലുള്ള. അപ്പം അതെന്ത് വരും? നമ്മുടെ ഇൻഫ്രാറെഡോ അൾട്രാ വയലറ്റോ മൈക്രോവേവോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു എന്താണ് സ്പെക്ട്രത്തിനകത്തുള്ള, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തുള്ള പലതരത്തിലുള്ള റേഡിയേഷൻ, പല ഫ്രീക്വൻസിയിലും പല വേവ് ലെങ്തിലുള്ള പല റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നു? ഈ ഹൈഡ്രജൻ ഒക്കെ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയാം. ആ ഡിഫറെന്റ് വേവ് ലെങ്ത്തുള്ള പല ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അവിടെ നിന്ന് ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ ആർക്ക് പറ്റിയിട്ടില്ല? ഈ ജെ തോംസന്റെ മോഡൽ ഓഫ് ആറ്റത്തിന് പറ്റിയിട്ടില്ല. പലപ്പോഴും ഇതിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാനോ അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാനും ആരെ കൊണ്ട് പറ്റിയില്ല? ജെ തോംസന് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ജെ തോംസൺസ് ആറ്റം ഓഫ് മോഡൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തത്? എടുത്തു കളഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അടുത്ത ആറ്റം മോഡൽ നമുക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആറ്റം മോഡൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം ആദ്യത്തെ നമ്മുടെ മോഡൽ ഓഫ് ആറ്റം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മുടെ ഏറ്റവും ആദ്യം വരുന്ന ആൾ, ഏറ്റവും പ്രിമിറ്റീവായ ആറ്റം മോഡലാണ് ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ദാറ്റ് ഈസ് പ്ലം പുഡിംഗ് മോഡൽ ഓർ വാട്ടർമെലൺ മോഡൽ. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ബോർഡിൽ നിങ്ങൾ കാണുന്നത്, ജെ തോംസന്റെ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആറ്റം മോഡൽ എങ്ങനെയാണെന്ന് പറയുന്നത്. ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം. ആറ്റം ഈസ് എ യൂണിഫോം സ്ഫിയർ of positively charged material in which electrons are embedded
in as much as to balance the positive charge. Positive charge എത്ര ഉണ്ടോ അതിനെ ബാലൻസ് ചെയ്യാൻ അത്രയും എന്തുണ്ടാവും, നെഗറ്റീവ് ചാർജ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The electrons are embedded like plums in plum pudding or seeds in watermelon. എങ്ങനെയാണ് എംബഡ് ചെയ്തിരിക്കുന്നത്? പ്ലം പുഡിങ്ങിനകത്ത് പ്ലം ഉള്ളത് പോലെയോ വാട്ടർമെലനകത്ത് സീഡ് ഉള്ളത് പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എംബഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആ മോഡൽ ഓഫ് ആറ്റം. അതിന്റെ ഡ്രോബാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു പോരായ്മകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ പോരായ്മകൾ തന്നെയാണ്. ഒരുപാട് എഴുതാനുണ്ട് പോരായ്മകൾ എഴുതുകയാണെങ്കിൽ. ഞാൻ 2-3 എഴുതി വെച്ചു എന്നുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം ന്യൂക്ലിയസ് എന്ന സാധനത്തെ കുറിച്ച് തന്നെ അതിൽ പറയുന്നില്ല. പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ, ന്യൂക്ലിയസിനെ കുറിച്ചുള്ള മെൻഷനിങ് ഒന്നുമില്ല. ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ പോരായ്മകളാണ്. ഏറ്റവും ബേസിക്കലി ഈ പോരായ്മയാണ്, there was no experimental evidence for the Thomson's model of atom. Thomson model of atomത്തിന് ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസും ഇല്ല, ചുമ്മാ അതങ്ങ് പറയുമായിരുന്നു. അപ്പം സയൻസിനകത്ത് നമുക്ക് അങ്ങനെ ചുമ്മാ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ചുമ്മാ ആര് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. എക്സ്പെരിമെന്റൽ എവിഡൻസ് ഇല്ലാതെ സയൻസ് ഒന്നും സ്വീകരിക്കില്ല അല്ലേ? അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. എങ്ങനെയാണ് ആറ്റം സ്റ്റേബിൾ ആയി നിൽക്കുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല? നമ്മുടെ ജെ തോംസന് പറ്റിയിട്ടില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഡൺ ബൈ ഏണസ്റ്റ് റുദർഫോർഡ്. റുദർഫോർഡ് ചെയ്ത സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എങ്ങനെയാണത് ചെയ്തത് എന്ന് പറയാനും ആരെ കൊണ്ട് പറ്റിയില്ല? ജെ തോംസനെ കൊണ്ട് പറ്റിയില്ല. അപ്പം ഇതാണ് നമുക്കിനി അടുത്ത് പറയാനുള്ളത്. എന്താണ് റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? അപ്പൊ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിനകത്ത് റുദർഫോർഡ് ചില കാഴ്ചകളൊക്കെ കണ്ടു, ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ട് ഒബ്സർവ് ചെയ്തു എന്ന് പറയാൻ ഏത് മോഡൽ കൊണ്ട് പറ്റില്ല? ഈ ജെ തോംസന്റെ മോഡൽ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണ് ജെ തോംസന്റെ മോഡൽ നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചത്. എന്നിട്ട് റുദർഫോർഡ് പറഞ്ഞ പുതിയ ആറ്റം മോഡൽ കൊണ്ടുവന്നത് 1909 മുതൽ ഒരു 17 വരെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ആ പരീക്ഷണത്തിന്റെ റിസൾട്ടിനൊടുക്കാണ് നമ്മൾ പുതിയ ആറ്റം മോഡൽ സ്വീകരിക്കുന്നത്. സോ നിങ്ങൾ നേരത്തെ കെമിസ്ട്രി ഒക്കെ പഠിച്ചായിരിക്കും, എന്നാലും നമുക്കൊന്നുകൂടെ പറയാം, എന്താണ് റുദർഫോർഡിന്റെ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, അപ്പൊ ജെ തോംസന്റെ മോഡൽ വന്നു, അത് പല കാരണങ്ങൾ കൊണ്ട് തിരസ്കരിക്കപ്പെട്ടു. അതിനുശേഷം 1917 ആകുമ്പോഴത്തേക്ക് വരുന്ന അടുത്ത ആറ്റം മോഡലാണ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ an experimental evidence, അല്ലെ? ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസിന്റെ ബലത്തോടു കൂടിയാണ് അത് എന്ത് ചെയ്തത് കടന്നു വരുന്നത്. ആ എക്സ്പെരിമെന്റ് ആണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. റുദർഫോർഡ് തന്റെ ആറ്റം മോഡൽ വെറുതെ ഉണ്ടാക്കിയതല്ല, ഒരു പരീക്ഷണം ചെയ്തിട്ട് അതിന്റെ ഒബ്സർവേഷൻ എന്നുള്ള റിസൾട്ടായിട്ടാണ് അവതരിപ്പിച്ചത്. ആ പരീക്ഷണമാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്, റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നോക്കാം. അപ്പൊ നമുക്കിനി റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നോക്കാം. ഇത് ഗെയ്ഗർ ആൻഡ് മാഴ്സഡൻ എക്സ്പെരിമെന്റ് എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞു കേംബ്രിഡ്ജ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 1909 മുതൽ 17 വരെയൊക്കെയുള്ള പീരീഡിലാണ്. അന്ന് ഗെയ്ഗർ മാഴ്സഡൻ എന്ന് പറയുന്ന 2 ആളുകൾ കൂടെ റുദർഫോർഡിനെ ഇതിൽ സഹായിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ചില ടെക്സ്റ്റിനകത്തൊക്കെ ഈ എക്സ്പെരിമെന്റ് അവരുടെ പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. ഗെയ്ഗർ ആൻഡ് മാഴ്സഡൻ എക്സ്പെരിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇവർ ചെയ്തത്. ഇവരുടെ ആവശ്യം എന്താണ്? ആറ്റത്തിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആറ്റം എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിലും ആറ്റം ഉണ്ട്, എല്ലാ വസ്തുക്കളിലും ആറ്റം ഉണ്ട്. അപ്പം റുദർഫോർഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, റുദർഫോർഡ് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്തു. റുദർഫോർഡ് എടുത്ത റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് റഡോൺ ആണ്. റഡോൺ എന്ത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാല്, അവര് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കും. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് ദ പ്രോസസ് ഓഫ് ഡീക്കേയിങ് ബൈ ദംസെൽവ്സ്. അവര് തന്നെ സ്വയം നശിക്കുന്നതിന് പറയുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. സ്വന്തം മാസ് നഷ്ടപ്പെടുത്തി, നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കും കേട്ടോ. സ്വന്തം മാസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതുവഴി എനർജി നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്ഥിരതയിലേക്ക് പോവാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്വയം ഡീക്കേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. റേഡിയോ ആക്ടിവിറ്റി നടക്കുമ്പോൾ അവിടുന്ന് പല തരത്തിലുള്ള പാർട്ടിക്കിളുകളും എനർജികളും പുറത്തേക്ക് പോകാറുണ്ട്. അതാണ് ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറയുന്നത്. ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോവും, ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് പോവും, ഗാമ റേ പുറത്തേക്ക് പോവും. ഗാമ ഒരു റേ ആണ്, റേ പുറത്തേക്ക് പോവും. അങ്ങനെ പലതരത്തിലുള്ള എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് ഇവർ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
അപ്പം ഇത്തരത്തില് സ്വയം നശിക്കുന്ന, സ്വയം മാസ് പുറത്തേക്ക് വിട്ടുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. യുറാനിയം, പ്ലൂട്ടോണിയം, തോറിയം തുടങ്ങിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്ലൂട്ടോണിയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊക്കെ വലിയ ആവശ്യമുള്ള ആളാണ്. കാരണം റേഡിയോ ആക്റ്റീവ് വെപ്പൺസ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലേ, റേഡിയോ ആക്ടിവിറ്റി ഉള്ള വെപ്പൺസ്, അതാണല്ലോ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്ലൂട്ടോണിയം ഒക്കെ വളരെ അത്യാവശ്യമാണ്. യുറേനിയം അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ പത്രത്തിൽ കടക്കൊക്കെ കാണും, യുറേനിയം സമ്പുഷ്ടീകരണം എന്നൊക്കെ കാണാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് റഡോൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് ആരെടുത്തത്? റുദർഫോർഡ് എടുത്തത്. അതൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. നമുക്കറിയാം മാഡം ക്യൂറി മരിച്ചതൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുമായിട്ട് ഇടപഴകിയിട്ടാണ്, അല്ലെ? ക്യാൻസർ വന്നാണ് അവസാനം മരിച്ചത്. അപ്പം റുദർഫോർഡ് തന്റെ കയ്യിലൊരു റഡോൺ എലമെന്റ് എടുത്തു. ഈ റഡോൺ എലമെന്റ് ചുമ്മാ വെക്കാൻ പറ്റത്തൊന്നുമില്ല. ലെഡിന് അകത്താണ് ഇത് വെക്കുക കേട്ടോ. ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഇതിനകത്താണ് ഇയാളെ കൊണ്ടുപോയി വെക്കുക. റഡോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് സോഴ്സ്. എന്തിന്റെ സോഴ്സ്? ആൽഫ പാർട്ടിക്കിളുടെ സോഴ്സ്. ഈ റഡോണിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, റഡോൺ പുറത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആൽഫ പാർട്ടിക്കിളുകളെ പുറത്തേക്ക് വിടും. അവിടുന്ന് ആൽഫ എമിഷൻ ആണ് നടക്കുക. ആൽഫ പാർട്ടിക്കിളിനെ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് വിടും. എന്താ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞു വസ്തുക്കൾ ഡീഗ്രേഡ് ചെയ്യുന്നത് 3 തരത്തിലാണ്. ഒന്നുകിൽ ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ ഗാമ റേ പുറത്തേക്ക് വിടും. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ ഒരു പാർട്ടിക്കിളാണ്. ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉള്ളത്? ഒരു ഹീലിയം ന്യൂക്ലിയസ് എടുത്താൽ അതിനകത്ത് 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ഉള്ളത് ഒരു ഹീലിയം ന്യൂക്ലിയസിനകത്ത്. ഇനി ആറ്റത്തിനകത്ത് 2 ഇലക്ട്രോൺ കൂടെ പുറത്ത് വരും. ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉള്ളത്. അപ്പം 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ചേർന്ന ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയാ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയാം. ആ രീതിയിലാണ് ഈ റഡോൺ എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിളുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈമിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും വെച്ച് അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും, അല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ഒരു ആൽഫ പാർട്ടിക്കിൾ വിളിക്കുന്നത്. അതൊരു ഹീലിയം ന്യൂക്ലിയസിന് ഐഡന്റിക്കൽ ആണ്. അപ്പം ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത് 2 പ്രോട്ടോണിന്റെയും 2 ന്യൂട്രോണിന്റെയും മാസ് ആയിരിക്കും. നമുക്കറിയാം ന്യൂട്രോണിന്റെ മാസ് തന്നെ ഏകദേശം പ്രോട്ടോണിന്റെ മാസ് തന്നെയാണ്. സോ നമുക്ക് പറയാം 4 പ്രോട്ടോണിന്റെ മാസ് ഉണ്ട് ആർക്ക്? ഒരു ആൽഫ പാർട്ടിക്കിളിന്. സോ ഇറ്റ് ഈസ് എ ഹെവി പാർട്ടിക്കിൾ. ഹെവി ഭയങ്കര മാസുള്ള ആളാണെന്നല്ല. കമ്പയർഡ് ടു ഇലക്ട്രോൺ അപേക്ഷിച്ച് വളരെ മാസ് കൂടിയ ആളാണ്. ഇലക്ട്രോണിനേക്കാൾ ഒരു 4000 മടങ്ങ് വലിപ്പം കൂടിയ ആളാണ്, മാസ് കൂടിയ ആളാണ് ആരെന്ന് പറയുന്നത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ 4 പ്രോട്ടോണിന്റെ മാസും 2 പ്രോട്ടോണിന്റെ ചാർജും, അല്ലെ? ന്യൂട്രോണിന്റെ ചാർജ് ഇല്ലല്ലോ. അപ്പൊ 2 പ്രോട്ടോണിന്റെ ചാർജും 2 പോസിറ്റീവ് ചാർജും 4 പ്രോട്ടോണിന്റെ മാസുമുള്ള ഒരു ഹെവി പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ ആൽഫ പാർട്ടിക്കിളാണ് എവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ റഡോൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൽഫ പാർട്ടിക്കിളിനെ റുദർഫോർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അല്ലെങ്കിൽ ഗെയ്ഗർ ആൻഡ് മാഴ്സഡൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഇവിടെ ഒരു ലെഡിന്റെ ഒരു സ്ക്രീൻ അങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണേ. ലെഡിന്റെ സ്ക്രീൻ വെച്ചു. എന്താ സംഭവിക്കുക? ഇതിൽ കൂടി പോകുന്ന ആൾക്കാർക്കൊന്നും ഇതിൽ കൂടി പോകാൻ പറ്റില്ല, അല്ലെ? ലെഡ് ഈ സാധനം കടത്തി വിടില്ല കേട്ടാ. ഒന്നാമതേ ഈ ആൽഫ പാർട്ടിക്കിളിന് പെനിട്രേറ്റിംഗ് പവർ വളരെ കുറവാണ്. മറ്റു വസ്തുക്കളെ തുളച്ച് കയറാനൊക്കെയുള്ള കഴിവ് വളരെ കുറഞ്ഞ ആളാണ് ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ലെഡിന്റെ ഒരു വാൾ കൊണ്ടുപോയി വെക്കുന്നത്. എന്നിട്ട് എന്തെന്ന് വെച്ചാല് നേരെയുള്ള ഇവിടെ മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. ഇവിടെ മാത്രം ഒരു ചെറിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോൾ, ഒരു ഫൈൻ ഹോൾ. ബാക്കി ഭാഗം മുഴുവൻ അങ്ങോട്ട് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോ ഇപ്പൊ ഈ ആൽഫ പാർട്ടിക്കിളിന് എവിടെ കൂടി മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇതിൽ കൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ഹോളിനകത്തൂടെ മാത്രം. പുറത്തൊക്കെ എന്ത് ചെയ്തു? ഇത് തടയപ്പെട്ടു. ലെഡാണ് വെച്ചിരിക്കുന്നത്. ലെഡിന് ഈ സാധനത്തിനെ കടത്തി വിടാതിരിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തു. ഇത് നമ്മൾ പറയാ കോളിമേറ്റ് ചെയ്യാന്നാ പറയാ. കോളിമേറ്റ് ചെയ്യുക. ഒരു ബീം, ഒരു ഹോളിനകത്ത് നമ്മൾ കൺഫൈൻഡ് ചെയ്യാണ്. കൺഫൈൻഡ് ടു ട്രാവൽ ത്രൂ എ ഫൈൻ ഹോൾ. അത് നമ്മൾ കോളിമേറ്റ് ചെയ്യാന്നാ പറയാ. അതുകൊണ്ട് തന്നെ ഈ ലെഡ് വാളിന് ഞാൻ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് കോളിമേറ്റർ. ഞാൻ വിളിക്കുന്ന പേരെന്താ? കോളിമേറ്റർ. ഇതാരാണ്? സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അതാരാ? അത് റഡോൺ ആണ് കേട്ടോ. റഡോൺ
പിന്നെ ഇത് ലെഡിന്റെ ബോക്സ് ആണിത്. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഈ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ആൽഫ പാർട്ടിക്കിളൊന്നും പുറത്തേക്കൊന്നും വരരുതല്ലോ, ഇങ്ങോട്ടൊന്നും വരരുത്, ഇങ്ങോട്ട് മാത്രമേ വരാവൂ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഒരു കോളിമീറ്റർ വഴി കടത്തി വിടും. കോളിമീറ്റർ കുറച്ച് തിക്നെസ് ഉണ്ടാവും കേട്ടോ, നമുക്ക് തിക്നെസ്സോട് വരയ്ക്കും. ലെഡിന്റെ വാൾ. ഓക്കെ, ലെഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ EM അല്ലേ, EM എന്നല്ലേ പറയാം. ലെഡ് വാളാണ് കേട്ടോ, ലെഡ് വാൾ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ആൽഫ പാർട്ടിക്കിള് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ, ഞാൻ വരയ്ക്കുമ്പോൾ വളഞ്ഞൊക്കെ പോകും, പക്ഷെ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിലൂടെ എന്ത് ചെയ്യുന്നു? ഈ ഫൈൻ ഹോളിനകത്തൂടെ മാത്രം ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ റുദർഫോർഡ് എന്ത് ചെയ്യുന്നു വെച്ചാല്, റുദർഫോർഡ് ഒരു ഗോൾഡ് ഫോയിൽ കൊണ്ടുപോയി വെച്ചു. എന്താ കൊണ്ടുപോയി വെച്ചേ? ഒരു ഗോൾഡ് ഫോയിൽ. എന്നിട്ട് ആ ഗോൾഡ് ഫോയിലിനെ പോയി ഇടിക്കാൻ ഈ ആൽഫ പാർട്ടിക്കിളിനെ അനുവദിച്ചു. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്? ഗോൾഡ് ഫോയിലിനെ പോയി ഇടിക്കുന്നു. ഓക്കെ, ഗോൾഡ് ഫോയിലിനെ പോയി സ്ട്രൈക്ക് ചെയ്യുന്നു. ഹി അലോസ് ദ ആൽഫ പാർട്ടിക്കിൾ ടു സ്ട്രൈക്ക് ഓൺ ദി ഗോൾഡ് ഫോയിൽ. ഈ ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലാണ്. തിക്നെസ് about 10⁻⁻8 മീറ്റർ. 10⁻⁻8 മീറ്റർ തിക്കുള്ള എന്ന് പറഞ്ഞാൽ തിക്നെസ് എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. വളരെ തിന്നാണ്. ഒരു മീറ്ററിന്റെ 10⁻8 ഒരു ഭാഗം, അത്രയും തിക്നെസ് മാത്രമേ ഇയാൾക്കുള്ളൂ. വളരെ തിന്നായിട്ടുള്ള ഒരു ലൈറ്റ് ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ആ ഗോൾഡ് ഫോയിലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വന്നിടിക്കുന്നത്. ഈ ഫോയിൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ ഈ അലൂമിനിയം ഫോയിലൊക്കെ നിങ്ങൾ കാണാറില്ലേ? നമ്മൾ മറ്റേ ചിക്കനൊക്കെ ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയം ഫോയിലിനകത്തല്ലേ പൊതിഞ്ഞു വെക്കുക അല്ലേ? നിങ്ങളൊക്കെ ചിക്കൻ ഉണ്ടാക്കി കഴിക്കാറല്ലേ? അപ്പം അലൂമിനിയം ഫോയിലിനകത്തല്ലേ നമ്മൾ വെക്കാം. അപ്പം അതുപോലത്തെ ഒരു ഗോൾഡ് ഫോയിൽ, വളരെ വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ അവിടെ വന്ന് ഇടിക്കുകയാണ് ആൽഫ പാർട്ടിക്കിൾ. ഞാൻ പറഞ്ഞു ആൽഫ പാർട്ടിക്കിളിൽ പെനിട്രേറ്റിംഗ് പവർ ഒക്കെ കുറവാണ്, തുളച്ചു കയറാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ തിന്നാക്കിയത് കേട്ടോ. പിന്നെ ഈ ഗോൾഡ് ഫോയിലിന്റെ ആറ്റംസിനൊക്കെ ഗോൾഡിന്റെ ആറ്റത്തിനൊക്കെ കുറച്ച് വലിപ്പം ഉണ്ടാവും കേട്ടോ, ഗോൾഡിന്റെ ആറ്റത്തിനൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് തിരഞ്ഞെടുത്തത്. കുറച്ച് വലിയ ആറ്റംസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. അതിനാണ് കേട്ടോ. എന്താ സംഭവിക്കുക? ഈ ആൽഫ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആൽഫ പാർട്ടിക്കിളുകൾക്ക് എന്ത് സംഭവിക്കും? ഈ ഗോൾഡ് ഫോയിലിന്റെ ആറ്റങ്ങൾക്കകത്തുകൂടെ അവർക്ക് പുറത്തു വരാൻ പറ്റുമോ? മുഴുവൻ ആൾക്കാരും തിരിച്ചു പോകുമോ? ആറ്റങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. അതറിയാൻ വേണ്ടിയിട്ട് റുദർഫോർഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, റുദർഫോർഡ് ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു വലിയ സ്ക്രീൻ അങ്ങോട്ട് സെറ്റ് ചെയ്തു. ഒരു വലിയ സ്ക്രീൻ. ഈ സ്ക്രീനിൽ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കോട്ട് ചെയ്തു. ഇതിന്റെ ഉൾഭാഗം, ഇതിന്റെ ഈ കോൺകേവ് ഭാഗം ഉണ്ടല്ലോ, സിങ്ക് സൾഫൈഡ് ഉണ്ടെങ്കിൽ കോട്ട് ചെയ്തു, പൂശി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫ്ലൂറസെന്റ് ആണ്. ഫ്ലൂറസെന്റ് മെറ്റീരിയലുകളുടെ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ മുകളിൽ ഇലക്ട്രോണോ അല്ലെങ്കിൽ ചാർജുള്ള ഏതെങ്കിലും വസ്തുക്കൾ വന്ന് വീണ് കഴിഞ്ഞാൽ ആ ഭാഗം ഇല്ലൂമിനേറ്റ് ചെയ്യും അല്ലേ? ആ ഭാഗം തിളങ്ങാൻ തുടങ്ങും. ഈ തിളങ്ങുന്ന ഭാഗം നമുക്ക് എന്ത് വെച്ച് ഒബ്സർവ് ചെയ്യാം? നമുക്കൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് അതിനെ ഒബ്സർവ് ചെയ്യാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇത് മൂവബിൾ ആണ്. മൂവബിൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കൂടുതൽ തിളക്കുള്ളത്, എത്രത്തോളം ഇന്റൻസിറ്റി അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൂവബിൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും? ഈ ഗോൾഡ് ഫോയിലിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം
ഈ പാർട്ടിക്കിളുകളൊക്കെ, ഈ ആൽഫ പാർട്ടിക്കിളൊക്കെ എങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്, എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യമൊക്കെ എവിടെ വെച്ച് അറിയാൻ പറ്റും? ഇവിടെ ഉണ്ടാവുന്ന ഈ ഇല്ലൂമിനേഷൻ വെച്ചും അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ റുദർഫോർഡ് ഒബ്സർവ് ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ, റുദർഫോർഡ് മനസ്സിലാക്കി, ഇങ്ങനെയൊക്കെ നല്ല എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് റുദർഫോർഡ് മനസ്സിലാക്കി, ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിൽ സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസിംഗ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ. ഈ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? പാസിംഗ് ത്രൂ ദ ഗോൾഡ് ഫോയിലിലൂടെ കടക്കുന്നു വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും ഇല്ല, ഒരു പ്രശ്നമില്ല. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, ഏകദേശം എല്ലാ ആൽഫ പാർട്ടിക്കിൾ, 90% ആൽഫ പാർട്ടിക്കിളുകളും മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസിംഗ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ, without any deflection. വളരെ വലിയൊരു ഒബ്സർവേഷൻ ആയിപ്പോയി. കാരണം ഇത്രയും കരുത്തരായ ഗോൾഡിന്റെ ആറ്റം ഒക്കെ ഇങ്ങനെ നിരന്നു നിന്നിട്ടും ഈ വന്ന വലിയ ലാർജ് സൈസ് ഉള്ള, അല്ലേ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഹെവി ചാർജ്ഡ് ആറ്റംസ് ആണ്, ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ആൽഫ പാർട്ടിക്കിൾ. വലിയ സൈസ് ഉള്ള, വലിയ മാസ് ഉള്ള, 2 പോസിറ്റീവ് ചാർജ് ഒക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് അവരൊന്ന് തടഞ്ഞു നിർത്താൻ പോലും പറ്റുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? സിമ്പിൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ അതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനിയോ some of them are get deflected by some angles. കുറച്ചെണ്ണം എന്ത് ചെയ്യുന്നു? some of them are deflecting at an angle and some of them are deflecting at a large angle. ചിലത് എന്താ ചെയ്യുന്നത്? വലിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. ചിലത് വളരെ ചെറിയൊരു ആംഗിൾ ഡിഫ്ലക്ട് ചെയ്യുന്നു. കുറെയൊക്കെ എന്ത് ചെയ്യുന്നു? വലിയ ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. വലിയ ആംഗിൾ ഡിഫ്ലക്ഷൻ, ഇങ്ങനെ വലിയ ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ഇതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, തീറ്റ. വലിയ ആംഗിൾ ഡിഫ്ലക്ഷൻ. മൂന്നാമത് ഈ റുദർഫോർഡ് ഒബ്സർവ് ചെയ്തത് എന്താ വെച്ചാൽ, എ വെരി ഫ്യൂ ഓഫ് ദം, വളരെ കുറച്ചുള്ള, വളരെ മൈനോറിറ്റി ആയിട്ടുള്ള വെരി ഫ്യൂ ഓഫ് ദം ആർ റിട്രേസിംഗ് ദെയർ പാത്ത്സ്. റിട്രേസിംഗ് ദെയർ പാത്ത് എന്ന് പറഞ്ഞാൽ അവർ വന്ന വഴി ഏതാണോ അതേ വഴിക്ക് തിരിച്ചു പോകുന്നു. എ വെരി ഫ്യൂ ഓഫ് ദം ആർ റിട്രേസിംഗ് ദെയർ പാത്ത് ബാക്ക്. അവരുടെ അതേ വഴിയിൽ തിരിച്ച് അവരെന്ത് ചെയ്യുന്നു? പോകുന്നു. 180 ഡിഗ്രി ഡിഫ്ലക്ഷൻ കാണിക്കും. ചിലതൊക്കെ ലാർജ് ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിച്ചു, ചിലതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒക്കെ മടങ്ങി പോകുന്നുണ്ട്. 120 ഡിഗ്രി 160 ഡിഗ്രിയിലൊക്കെ മടങ്ങി പോകുന്നു. ചിലതൊക്കെ എന്ത് ചെയ്യുന്നു? 180 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു 90% ആൾക്കാരും ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോവുകയാണ്. ചിലതൊക്കെ ചെറിയ ആംഗിള്, ചിലതൊക്കെ വലിയ ആംഗിള് 160 170 ഡിഗ്രിയിലൊക്കെ പോകുന്നു. വളരെ ചെറിയ ആളുകൾ, വളരെ കുറച്ച് ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നു? 180 ഡിഗ്രിയിൽ നേരെ തിരിച്ച് അവരുടെ പാത്ത് റീട്രേസ് ചെയ്യുന്നു. ഈ 3 ഒബ്സർവേഷനാണ് റുദർഫോർഡ് കണ്ടത്, അല്ലെങ്കിൽ ഗെയ്ഗർ ആൻഡ് മാക്സ്വെല്ലാണ് റുദർഫോർഡൊക്കെ ഒരുമിച്ച് കണ്ടത്. ഇത്രയും കണ്ടപ്പോൾ റുദർഫോർഡ് ആകെ ഞെട്ടിപ്പോയി. ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ വിചാരിച്ചത് ആറ്റമൊക്കെ ഇങ്ങനെ ടൈറ്റ്ലി ഇങ്ങനെ പാക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മുഴുവൻ ഗോൾഡിന്റെ ആറ്റം നിറഞ്ഞിരിക്കുക ഈ ഗോൾഡ് ഫോയിൽ, അല്ലേ? എല്ലായിടത്തും ആറ്റല്ലേ, ആറ്റം ഇങ്ങനെ വളരെ ടൈറ്റ് ആയിട്ടിരിക്കല്ലേ. അപ്പം ആരെങ്കിലും ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒന്നുമില്ല, തടയാൻ ആരും ഇല്ല എന്നാണ്. പ്രത്യേകിച്ച് ആൽഫ പാർട്ടിക്കിളിന് പെനിട്രേറ്റിംഗ് പവർ ഒക്കെ കുറവാണ്. വേറെ ആരെങ്കിലും വന്ന് നിന്നാൽ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം ഇതൊരു പാർട്ടിക്കിളാണ്. മറ്റേ നമ്മൾ ചില പ്രേത സിനിമയിലെ കാണാറില്ലേ, പ്രേതം ചുമര് തുളച്ചങ്ങോട്ട് കിടക്കണ, അതുപോലെ പറ്റില്ല. കാരണം ഇതൊരു പാർട്ടിക്കിളാണ്. അപ്പം ഒന്നും ഉണ്ടാവരുത് അവിടെ, ഒന്നും ഇല്ലെങ്കിലേ അതിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഒരു തുറസായ സ്ഥലത്തൂടെ മാത്രമേ ഒരു പാർട്ടിക്കിൾ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോ അല്ലെങ്കിൽ അതിനെ ഇടിച്ചു പൊളിക്കണം, അല്ലെ? പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ വേണം. പവർ ഇത് ഇയാൾക്കില്ല, കുറവാണ്, ഏറ്റവും കുറവാണ്. അപ്പം എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ അകത്തൂടെ കടന്നു പോകുന്നു. ഇതെങ്ങനെ കടന്നു പോകുന്നു എന്നുള്ള ചോദ്യമൊക്കെ വരുന്നു, അല്ലേ? ഇതൊന്നും ആര് പറഞ്ഞ പോലെയല്ല, ജെ തോംസൺ പറഞ്ഞ പോലെയൊന്നും അല്ല. ജെ തോംസൺ എന്താ പറഞ്ഞത്? ഇതൊക്കെ ഇങ്ങനെ ടൈറ്റ്ലി പാക്ക് ആയിരിക്കുകയാണ്, അതിനകത്ത് വത്തക്കകത്ത് കുരു നിറച്ച പോലെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. റുദർഫോർഡ് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല, ഇതൊന്നും അല്ല ശരി. ഇയാൾ ചെയ്ത എക്സ്പെരിമെന്റ് അടിസ്ഥാനത്തിൽ റുദർഫോർഡ് ഒരു കൺക്ലൂഷനിലെത്തി. റുദർഫോർഡ് പറയുന്നു, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. മോസ്റ്റ് ഓഫ് ദ സ്പേസ് in an atom is
empty. ഒരാറ്റത്തിനകത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും എന്താണ്? എംറ്റി ആണ്. അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇയാൾക്കൊക്കെ ഇങ്ങനെ അകത്തോടെ സിമ്പിളായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നത്. മനസ്സിലാക്കണേ നിങ്ങൾ, ആറ്റം മോഡൽ വെറുതെ അങ്ങ് ഉണ്ടായതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വളരെ സൂക്ഷ്മമായ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ മൊത്തം കാലിയാണല്ലോ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംറ്റി എന്ന് പറഞ്ഞതുമല്ല. ഒരു എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ലോജിക്കലായി ചിന്തിച്ചിട്ട് ഒരു കൺക്ലൂഷൻ എത്തിയതാണ്. അപ്പൊ ആ കൺക്ലൂഷൻ എങ്ങനെ എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മളൊക്കെ പണ്ട് റുദർഫോർഡിന്റെ ആറ്റം മോഡലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് റുദർഫോർഡ് വലിയ കഷ്ടപ്പെട്ടൊന്നും കാണത്തില്ല, പുള്ളിക്കാരെങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് മുഴുവൻ കാലിയാണെന്ന് കണ്ടു, ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണെന്ന് കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് എംറ്റി ആണ്. അങ്ങനെയല്ല, എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പുള്ളിക്കാരന് തോന്നിയതാണ് അങ്ങനെ. പുള്ളിക്കാരന്റെ ലോജിക്കൽ തിങ്കിങ്ങിൽ മൂപ്പർക്ക് തോന്നിയത് ഇങ്ങനെ ആയാലേ ഇങ്ങനെയൊക്കെ ആവുള്ളൂ. ആ ഒരു ബേസിലാണ് കേട്ടോ. അപ്പം റുദർഫോർഡ് പറയുന്നു മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംറ്റി. അതുകൊണ്ടാണ് ആൾക്കാരും അൺഡിഫ്ലക്റ്റ് ആയിട്ട് കടന്നു പോയത്. അപ്പം ചോദ്യം വരും, പിന്നെ കുറച്ച് ആൾക്കാർ ഡിഫ്ലക്ട് ചെയ്തതോ? അപ്പം റുദർഫോർഡ് പറയുന്നു അതെന്താന്ന് വെച്ചാല് അവിടെ ആറ്റത്തിനകത്ത് വളരെ ചെറിയൊരു ഭാഗത്ത് ഒരു പോസിറ്റീവ് ചാർജുള്ള ആളുണ്ട്. ആ ആളുടെ പേരാണ് ന്യൂക്ലിയസ്. ആളുടെ പേരാണ് ന്യൂക്ലിയസ്, പോസിറ്റീവ് ചാർജുള്ള. അപ്പം ആറ്റത്തിന്റെ സെന്ററിൽ വളരെ ചെറിയൊരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിന്റെ ഉള്ളിലെ ആ സ്മോൾ ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ആരുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത്. ഇതൊക്കെ റുദർഫോർഡ് പറയാണേ. അപ്പം ജെ തോമസ് പറഞ്ഞ ഇലക്ട്രോൺസ് എന്നുള്ള സാധനം ഉണ്ട്, ശരിക്കും ഉണ്ട്. അവരെവിടെ ഉള്ളത്? അവര് ഈ ന്യൂക്ലിയസിന്റെ പുറത്താണുള്ളത്. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്. ആ പോസിറ്റീവ് ചാർജിലെ ന്യൂക്ലിയസിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അവർക്ക് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അതിനിടയിലുള്ള ഭാഗം മുഴുവൻ കാലിയാണ്, അതൊക്കെ എംറ്റി ആണ്. അവിടെ കൂടെയാണ് ആര് വന്നിട്ടുള്ളത്? ഈ പറഞ്ഞ ഈ ആൽഫ പാർട്ടിക്കിളൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അവര് പോസിറ്റീവ് ചാർജ് ആണ്. ആൽഫ പാർട്ടിക്കിൾ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജ് ആണ്, ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവ് ചാർജ് ആണ്. ആ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവര് ലാർജ് ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അവരുടെ റിപ്പൾഷൻ കാരണം തെറിച്ചു പോകുന്നതാണ്. ഇനി ആ നടുക്കിരിക്കുന്ന ആ ന്യൂക്ലിയസിലേക്ക് നേരിട്ട്, ആ ന്യൂക്ലിയസിന്റെ നേരെ വരുന്ന ആൽഫ പാർട്ടിക്കിളാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് അങ്ങനെ തന്നെ പോരുന്നത്. അതേ ആംഗിൾ തിരിച്ചു പോരുന്നത്. ഓക്കെ, അപ്പം തിരിച്ചു പോരുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ. വളരെ കുറവാൻ കാരണം എന്താണ്? ഈ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ കുറവാണ്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുറച്ച് ആളുകൾ മാത്രം ഇങ്ങോട്ട് തിരിച്ചു പോരുന്നത്, അല്ലെ? കുറച്ച് ആളുകൾ മാത്രം തിരിച്ച് 180 ഡിഗ്രി തിരിച്ചു പോരുള്ളൂ. അപ്പൊ ഇതാണ് റുദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എംറ്റി ആണ്. പിന്നെന്താ പറയുന്നത്? പിന്നെ റുദർഫോർഡ് പ്രധാനമായിട്ട് പറയുന്നത് ഈ ആറ്റത്തിനകത്തുള്ള പ്രധാനപ്പെട്ട, അതായത് നിയർലി ഹോൾ വെയിറ്റ് അല്ലെങ്കിൽ ഹോൾ മാസ്, ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. നിയർലി ഹോൾ മാസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിയർലി അല്ലെങ്കിൽ ഹോൾ പോസിറ്റീവ് ചാർജും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിയർലി ദ ഹോൾ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ റീജിയൻ വിച്ച് ഈസ് കോൾഡ് ന്യൂക്ലിയസ് എന്നാണ് റുദർഫോർഡ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റുദർഫോർഡ് അവതരിപ്പിക്കുന്ന ഒരു ആറ്റം മോഡലാണ് നമ്മൾ അടുത്ത് വരച്ചത്. ഇതാണ് റുദർഫോർഡിന്റെ ഒരു ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ഉള്ളത്. അപ്പൊ ഈ മോഡലിനകത്ത് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റിലും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഈ റിവോൾവ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇവരെ പിടിച്ചു നിർത്തുന്നത്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്? അപ്പോഴാണ് റുദർഫോർഡ് പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്ലാനറ്ററി മോഷൻ പോലെയാണ്. പ്ലാനറ്ററി മോഷൻ എങ്ങനെയാ? പ്ലാനറ്ററി മോഷൻ എന്താ? പ്ലാനറ്ററി മോഷൻ ഗ്രഹങ്ങൾ, ഭൂമി പോലെയുള്ള പ്ലാനറ്റുകൾ എങ്ങനെയാണ് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനറ്ററി മോഷൻ ആണ് ശരിക്കും റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. പ്ലാനറ്റ് പോലെ തന്നെ പ്രപഞ്ചത്തിൽ എങ്ങനെയാണോ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, അതുപോലെയാണ് ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. അവിടെ
സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമുക്കറിയാം ഏത് വസ്തുവും ഈ സർക്കുലർ മോഷനിൽ ഏർപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? അവർക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ആറ്റങ്ങൾക്കകത്ത് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാനുള്ള നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കാരണം ഇത് രണ്ട് ചാർജുകളല്ലടാ, ചാർജുകളല്ലേ. രണ്ട് ചാർജുകൾക്കിടയിൽ കുളോംബ് പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ അകത്തി വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F = 1/4πε0 Q1 Q2/r² ആണ്. അപ്പം ആ ഫോഴ്സ് ആണ് പരസ്പരം അവർ ഈ അട്രാക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോണിനും വേണ്ട നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഫോഴ്സിന്റെ പുറത്താണ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കറങ്ങാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ റദർഫോർഡ് എല്ലാത്തിനും മറുപടി കൊടുക്കുക അല്ലെ. എന്ത് ചോദിച്ചാലും മറുപടിയാണ്. അതായത് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ റദർഫോർഡ് അതിന് കൃത്യമായ മറുപടി പറയുന്നു. റദർഫോർഡിന്റെ ആറ്റം മോഡൽ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു, കുറച്ചുകൂടെ ക്രെഡിബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ. അതൊക്കെ കുറച്ചൊരു വിശ്വാസ്യതയുണ്ട്. ജെ തോമസ് പറഞ്ഞ പോലെ ചുമ്മാ അങ്ങ് പറയുകയല്ല, എക്സ്പെരിമെന്റൽ എവിഡൻസ് വെച്ചിട്ടാണ് ആര് സംസാരിക്കുന്നത്? റദർഫോർഡ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. സോ ആദ്യം നിങ്ങൾ ഈ ചിത്രം നിങ്ങൾ വരച്ചെടുക്കാം. റദർഫോർഡിന്റെ ആറ്റം മോഡൽ, അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, അതിന്റെ ഒബ്സർവേഷൻ, അയാളുടെ കൺക്ലൂഷൻ, ആറ്റം മോഡൽ എന്നീ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതണം. അത് നമുക്ക് എഴുതാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? ഈ സാധനം ഒന്ന് വരച്ചെടുക്കുക. ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്ന് വരച്ചെടുക്കുക. ഇത് വേണ്ട, ഇത് മാത്രം വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി എന്തുകൊണ്ടാണ് റദർഫോർഡിന്റെ ആറ്റം മോഡൽ പിന്നീട് ശാസ്ത്രം ഒഴിവാക്കിയത്, അത് നിരാകരിച്ചു കളഞ്ഞത്, അത് നമ്മൾ പിന്നീട് എടുത്തു കളഞ്ഞു, പിന്നെ പുതിയ ആറ്റം മോഡൽ എടുത്തു. അപ്പൊ എന്തായിരുന്നു റദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ഡ്രോബാക്ക് എന്നുള്ള കാര്യം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ.